ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 63,000 കടന്നു. 2 കുട്ടികൾ കൂടി മരിച്ചതോടെ പട്ടിണിക്കൊലയിൽ പൊലിഞ്ഞവരുടെ എണ്ണം 322ആയി. ഗസയിൽ ഇന്ന് 52 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. സുരക്ഷിത കേന്ദ്രമെന്ന് ഇസ്രായേൽ പറഞ്ഞ അൽ മവാസിയിലും ബോംബിട്ടു. ഗസ കീഴടക്കാനുള്ള ഇസ്രായേൽ പദ്ധതിക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. യമനിലെ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂത്തി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹബി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. യമനിലെ ഹൂത്തി വിരുദ്ധ മാധ്യമങ്ങളടക്കം വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തിവെക്കുന്നതായി തുർക്കി പ്രഖ്യാപിച്ചു. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. MCA, ഹൂത്തി പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതായി ഇസ്രായേലോ അതോ ഹൂത്തികളോ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടോ? ദിവ്യ, ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. പക്ഷെ നിർണായകമായിട്ടുള്ളൊരു വിജയം യമനിലെ സനാ കേന്ദ്രമായിട്ട് നടന്ന വ്യോമാക്രമണത്തിലൂടെ തങ്ങൾക്ക് നേടാൻ സാധിച്ചു. കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരപ്രകാരമാണ് ഈ ആക്രമണം പദ്ധതി ആവിഷ്കരിച്ചത്. അത് പൂർണ്ണ വിജയമായിരുന്നു എന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും ഹൂത്തി വിമത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യപൂർവ്വം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു വിജയമാണ് യമനിലെ ഹൂത്തികൾക്ക് മേൽ തങ്ങൾ നേടിയതെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഇസ്രായേൽ നേതൃത്വവും തയ്യാറായിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യെസ്, MCA, ഇതോടൊപ്പം പട്ടിണിക്കൊലയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിലുള്ള കൂട്ടക്കൊലയും ഗസയിൽ സമാനതകളില്ലാതെ തന്നെ തുടരുകയാണോ? ദിവ്യ, യാതൊരു മാറ്റവുമില്ല. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഇളവ് ഈ ആക്രമണത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ചെറിയ രൂപത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും വൈറ്റ് ഹൗസ് കേന്ദ്രമായിട്ട് ചില നിർണായകമായിട്ടുള്ള യോഗങ്ങൾ നടന്നു. ചില നീക്കങ്ങൾ വളരെ ശക്തമായി തന്നെ നയതന്ത്ര തലത്തിൽ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ആക്രമണം അതിശക്തമായി തന്നെ തുടരാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ചില കേന്ദ്രങ്ങളിൽ, പ്രധാനമായിട്ടും ഗസയിൽ 3 കേന്ദ്രങ്ങളിൽ 10 മണിക്കൂർ പകൽ നേരത്ത് വെടിനിർത്തൽ ഉണ്ടാകും. ഏകപക്ഷീയമായിട്ടാണെങ്കിലും അത്തരമൊരു തീരുമാനം ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചിരുന്നു. ആ തീരുമാനവും ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള ഒരു ഇളവുകളും ഉണ്ടാവില്ല. ഗസ സിറ്റി പൂർണ്ണമായിട്ടും ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ട് സൈനിക പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സൈനിക നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് മുന്നോട്ട് പോകുന്നതെന്ന് സൈനിക നേതൃത്വവും വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും പല കേന്ദ്രങ്ങളിലും വലിയ തോതിൽ തന്നെ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ വസതികളും പൂർണ്ണമായി തകർക്കുന്ന ഒരു സാഹചര്യം ഇന്നും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സൈനിക വിന്യാസം ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് റിസർവ് സൈനികരെ പൂർണ്ണമായ തോതിലല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിലും കൂടുതൽ റിക്രൂട്ട്മെന്റ് തങ്ങൾക്ക് നടത്തുന്നതിൽ തങ്ങൾ വിജയിച്ചു എന്നാണ് ഇസ്രായേൽ സേന ഇന്ന് അവകാശപ്പെട്ടത്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം തന്നെയായിരിക്കും ഉണ്ടാവുക. ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം പേരെങ്കിലും ഗസയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ പുതിയ ആക്രമണ പദ്ധതിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 63,000 പേരാണ് ഈ 23 മാസത്തോളം ആയി തുടരുന്ന ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 20,000-ഓളം പേർ കുട്ടികളാണ്. അത്ര തന്നെ സ്ത്രീകളും വരുന്നുണ്ട്. എല്ലാവരും സിവിലിയൻ സമൂഹം തന്നെയാണ് ഈ കൊല്ലപ്പെട്ടതിൽ വലിയൊരു വിഭാഗവും എന്ന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ആക്രമണം യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. അതിൽ ജേർണലിസ്റ്റുകളെയും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും അങ്ങനെ യാതൊരു വിവേചനവും ഇല്ലാത്ത രീതിയിലാണ് ഈ വംശഹത്യ അതിക്രൂരമായ രീതിയിൽ തന്നെ ഇസ്രായേൽ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദിവ്യ, യെസ്, അതുപോലെ തന്നെ MCA, സുരക്ഷിത കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമിട്ട് ബോംബാക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വംശീയ ഉന്മൂലനം തന്നെയല്ലേ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഇത് ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നിട്ട 23 മാസത്തോളമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള വളരെ നഗ്നമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതി തന്നെ നടപ്പാക്കാനുള്ള നീക്കമാണ്. അത് സ്മോട്രിക്കും ബെൻഗവിറും ഒരുപക്ഷെ കൂടുതൽ ഔദ്യോഗികമായി തന്നെ അവരാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ സ്മോട്രിക്ക് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ധനമന്ത്രി കൂടിയാണ് സ്മോട്രിക്ക്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തീവ്ര വലതു
പ്രതിപക്ഷ മന്ത്രി കൂടിയായിട്ടുള്ള സ്മോട്രിക്ക് അറിയിച്ചിരിക്കുന്നത് ഗസയിൽ ഒന്നുകിൽ ആളുകളെ വെടിവെച്ച് കൊല്ലുക, അതല്ല എങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലുക. ഈ രണ്ട് അജണ്ടകൾ മാത്രമാണ് ഇസ്രായേൽ നടപ്പാക്കേണ്ടത്. അതിൽ പിന്നെ സൈന്യം ആ ഒരു അജണ്ട പൂർണ്ണമായിട്ട് നടപ്പാക്കണമെന്ന് വളരെ പരസ്യമായി തന്നെ ഇത്തരം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായിട്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല. വളരെ ഈ വംശഹത്യക്ക് പിന്നെ ഉതകുന്ന എല്ലാ നീക്കങ്ങളും ഇസ്രായേൽ സൈനികമായിട്ടും അതോടൊപ്പം തന്നെ മറ്റു നിലകളിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പം ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ പ്രകാരം പട്ടിണി മൂലം 5 പേർ കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. 322 ഈ പട്ടിണി മൂലമുള്ള മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. അതിൽ തന്നെ 120-ലധികം കുട്ടികളാണ് എന്ന് കൂടി നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ദിവ്യ, യെസ്, അതാണ് 63,000 പിന്നിടുകയാണ് ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എന്നതാണ്. അതുപോലെ തന്നെ പട്ടിണി മരണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ നടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേൽ പിന്മാറാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലടക്കം ഇസ്രായേൽ വ്യാപകമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.